കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി IPC 498A ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടേം പറഞ്ഞിട്ടുണ്ട്. ആ ടേം ഇതാണ്, വെഞ്ച്ഫുൾ ആലിഗേഷൻസ് എന്ന പേരിലാണ് അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വെഞ്ച്ഫുൾ ആലിഗേഷൻസ് എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് നമുക്കൊന്ന് നോക്കാം. അതായത് the Kerala High Court addressed the issue of some wives initiating criminal cases under Section 498A of the IPC based on vague allegations to wreak vengeance against their husbands and their relatives. So, the court emphasized the need for genuine evidence when making serious allegations. The ruling aims to prevent the abuse of the legal system and ensure fair treatment for all parties involved എന്നാണ് അതിലെ കോറായിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഈ വെഞ്ച്ഫുൾ എന്ന് പറയുകയാണെങ്കിൽ അതിന് മീനിങ് എന്താണ്? പ്രതികാര ബുദ്ധി എന്നുള്ളതാണ്. അപ്പോൾ വെഞ്ച്ഫുൾ അലിഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള വ്യാജമായ ആരോപണങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി പറഞ്ഞത് IPC 498 പോലുള്ള കേസിൽ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായിട്ട് പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ മോശക്കാരാക്കുവാനും സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരാക്കുവാനും സാമ്പത്തികമായും സാമൂഹികമായും അവരെ ബുദ്ധിമുട്ടിക്കുവാനും വേണ്ടിയിട്ട് പല ആളുകളും തെളിവുകളും ഒന്നുമില്ലാതെ വ്യാജമായിട്ടുള്ള വെഞ്ച്ഫുൾ അലിഗേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ IPC 498 പ്രകാരം കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കേസുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജെന്യുവിനായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താക്കന്മാർക്ക് എതിരെ ശക്തമായ നടപടികൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാനായിട്ട് പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് കേസ് ഫയൽ ചെയ്യുന്ന ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കുമാണ്, പബ്ലിക് പ്രോസിക്യൂട്ടർക്കുമാണ്. അതുകൊണ്ട് തന്നെ ജെന്യുവിനായിട്ടുള്ള എവിഡൻസുകൾ അവർ ഹാജരാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു ശിക്ഷാ നടപടികളിലേക്ക് പോകുവാനായിട്ട് പാടുകയുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ശ്യാമള ഭാസ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർക്കെതിരെ വരുന്ന കേസുകൾ വ്യാജമായ തെളിവുകളാണ് അല്ലെങ്കിൽ വ്യാജമായ പരാതികൾ പ്രകാരമാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എതിരെ കേസുകൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേസ് വളരെയധികം യൂസ്ഫുള്ളായിട്ട് മാറുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.